ഇപ്പോൾ പാരൻസിന് മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം 10th പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആയിരിക്കാം. ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ 10th പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചോദ്യമാണ് ഏത് കരിയർ ചൂസ് ചെയ്യാമെന്നുള്ളത്. അതല്ലെങ്കിൽ പാരൻസിൻ്റെ മുമ്പിലുള്ള ക്വസ്റ്റ്യനാണ് ഏത് കരിയർ ചൂസ് ചെയ്യാമെന്നുള്ളത്. എനിക്ക് അതിലൊരു കാര്യമാണ് പാരൻസിനോട് ഒന്നാമതായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പാരൻസ് നിങ്ങളുടെ 10th കഴിഞ്ഞിട്ടുള്ള കുട്ടി അഥവാ 15-16 വയസ്സായിട്ടുള്ള കുട്ടിയാണ്. അവനക്ക് നിങ്ങളൊരു 10 ഇയേഴ്സ് കൊടുക്കും, ഒരു 10 വർഷം കൊടുക്കുക. 10 വർഷം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാണ്, 2026 കുട്ടിയാണെങ്കിൽ 2036 ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, 2036 എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, അവൻ ഒരു 25-26 ഇയേഴ്സ് ഏജ് ആകുന്ന കാലഘട്ടമാണ്. ആ ഏജ് ആകുമ്പോഴത്തേക്ക് അവനക്ക് സക്സസ് ആവാനുള്ള അവസരം കൊടുക്കും. പകരം നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, എല്ലാ കുട്ടികളെയും എന്ത് ചെയ്യാണ്, പെട്ടെന്നൊരു കോഴ്സ് കഴിയുന്നു, അവരെന്ത് ചെയ്യുന്നു, പെട്ടെന്ന് സക്സസ് ആവണം എന്നൊക്കെയുള്ള ധാരണകളാണ്. പകരം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ കുട്ടിക്ക് ഒരു 10 ഇയേഴ്സ് കൊടുക്കും. ആ 10 ഇയേഴ്സിൽ ഘട്ടം ഘട്ടമായിട്ട് ഓരോ വർഷവും അവൻ്റെ പാഷനും അവൻ്റെ ടാസ്കും ഏത് കോഴ്സ് പഠിച്ചോട്ടെ, പ്ലസ് ടു ഏതോ പഠിച്ചോട്ടെ, ഹ്യൂമാനിറ്റീസോ അല്ലെ സയൻസോ കൊമേഴ്സോ ഏത് പ്ലസ് ടു പഠിച്ചോട്ടെ, ദെൻ ഡിഗ്രി പഠിച്ചോട്ടെ, അതല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചോട്ടെ. പക്ഷേ അവനക്ക് എന്ത് ചെയ്യുക, ഒരു 10 ഇയേഴ്സ് എന്നുള്ള അല്ലെങ്കിൽ എന്ത് ചെയ്യാണ് 5-10 ഇയേഴ്സ് എന്നുള്ള ഒരു ടാർഗറ്റ് കൊടുക്കും. ആ ടാർഗറ്റിൽ അവൻ എന്ത് ചെയ്യട്ടെ, പഠിച്ചെത്തുമ്പോഴത്തേക്കും അവൻ കറക്റ്റായിട്ട് 10 വർഷം കൊണ്ട് അവൻ എന്ത് ചെയ്യും, സക്സസ് ആവും. ഇങ്ങനെ ആർക്കും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്, ഇങ്ങനെ ഒരു കുട്ടിക്കും അവൈലബിൾ ആകുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ റിയാലിറ്റി.